ഇപ്പോൾ ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജിന്റെ ഇൻ കേരള ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് എത്രയുണ്ടാവും? ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദെയർ, എങ്ങനെയാണ് മാഡത്തിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്? ഓക്കെ, അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ഇതുവരെ ബന്ധപ്പെടാൻ പറ്റാത്ത, ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് പറയുമ്പം വിവാഹത്തിന് മുൻപ് ബന്ധപ്പെടാൻ പറ്റിയാൽ അത് കൺസുമേഷൻ ആകുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും കുറച്ച് പേരൊക്കെ കമന്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പം അതിനെനിക്ക് ഉത്തരവില്ല. പക്ഷേ വിവാഹത്തിൻ്റെ ഒരു മാരേജ് വന്ന് അത് മാരേജ് നടന്നു എന്നുള്ളതിൻ്റെ, മാരേജിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ കൺസുമേഷൻ, അതായത് ആ ഒരു പെനിട്രേറ്റീവ് സെക്സ് നടക്കുക എന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആ ഒരു പീനൽ കോഡ് പ്രകാരം, ഇന്ത്യൻ ലോ പ്രകാരം മാരേജസ് നൾ ആൻഡ് വോയിഡ്. അതായത് വിവാഹശേഷം ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു കംപ്ലൈൻറ്റ് പ്രകാരം നമുക്ക് ആ മാരേജ് നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അനിൽമെൻ്റ് ആണ് ചെയ്യുക. ഡിവോഴ്സ് അല്ല, അനിൽമെൻ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അത് എത്രത്തോളം ഉണ്ട്, അതിനാണല്ലോ നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം പലരും ഇത് തുറന്നു പറയില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും? അയ്യേ, ഇതുപോലും പറ്റിയില്ലേ, സ്കൂൾ പിള്ളേർ പോലും ചെയ്യുന്നു, നിനക്ക് പറ്റിയില്ലേ, നിങ്ങൾക്ക് പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയില്ല. ചിലരൊക്കെ പറയും എപ്പോഴാണ് വീട്ടുകാരിൽ നിന്നും കുട്ടികളായില്ലേ ആ ഡോക്ടറെ കാണും ഈ ഡോക്ടറെ കാണുന്ന പ്രഷർ വരുമ്പം അവസാനം അവർക്ക് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെയാണ് പ്രശ്നം എന്ന്. ഇനി വേറെ ചിലർ ഇതൊന്നും ചെയ്യാണ്ട് പോയി IVF-ഓ അല്ലെങ്കിൽ ICSI-യോ അല്ലെങ്കിൽ IUI-യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ രക്ഷപ്പെടണം എന്ന രീതിയിൽ നടക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം വാസ്തവത്തിൽ അൺകൺസ്യൂമേറ്റഡ് മാരേജിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതായിരുന്നു ഡോക്ടറിന്റെ രണ്ടാമത്തെ ചോദ്യം അല്ലെ. വാസ്തവത്തിൽ ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതി അനുസരിച്ചും എന്താണ് കാരണം എന്നതനുസരിച്ചിട്ടുമാണ് ഇരിക്കുന്നത്. മൈൽഡായിട്ടുള്ള, അതായത് വളരെ ചെറിയ പ്രശ്നങ്ങൾ ആണ് ഭാര്യയ്ക്ക് ഭർത്താവിനും ഉണ്ടെങ്കിൽ നമ്മൾ അത് കൗൺസിലിങ്ങിലൂടെയും കുറച്ച് മരുന്നുകളിലൂടെയും ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മോഡറേറ്റ് ആയിട്ട്, സിവിയർ ആയിട്ടും ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, മോഡറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങളിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. മരുന്നുകൾ മാത്രം പോരാ, കൗൺസിലിംഗ് മാത്രവും പോരാ, എക്സസൈസസ് മാത്രവും പോരാ, ഇതെല്ലാം കൂടി സമഗ്രമായ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് വേണ്ടത്. അപ്പോൾ കോവിഡ് ടൈമിലും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്കൊക്കെ 2022 ഓഗസ്റ്റ് വരെ ഞാനിങ്ങനെ പേഷ്യൻസ് വരും, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ പോകും, ഒരു മാസം കഴിഞ്ഞ് വരും, വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ മാസം വരുമ്പം മിക്കവരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അവരെ കുറച്ച് വഴക്ക് പറയും അല്ലെങ്കിൽ കുറച്ച് ഗുണദോഷിക്കും. അപ്പോൾ അവർ പറയും സോറി മാഡം, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പ്രോമിസ് ആയിട്ട് ചെയ്തിട്ട് വരാൻ പറയും. പിന്നെ 2 മാസത്തേക്ക് അവർ അപ്രത്യക്ഷരാണ്. പിന്നെ 1 വർഷം കഴിയുമ്പോൾ മാഡം ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ആയില്ല, ഇനി എന്ത് ചെയ്യും എന്ന് പറയും. അങ്ങനെയാണ് വരുന്നുകൊണ്ടിരുന്നത്. അഡ്മിഷൻ തെറാപ്പി തുടങ്ങിയ പിന്നെ ഞാൻ മോഡറേറ്റ് ടു സിവിയർ കേസസിന് അഡ്മിഷൻ തെറാപ്പി മാത്രമേ ഉള്ളൂ. 15-20 ദിവസം നമ്മൾ ജോലിയിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും ബാക്കി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ബാക്കി ടെൻഷനിൽ നിന്നും എല്ലാം മാറി ഇതേപോലെ പ്രശ്നങ്ങളുള്ള വേറെയും ദമ്പതികൾ, ഒറ്റ ദമ്പതിയായിട്ടല്ല അഡ്മിറ്റ് ചെയ്യണത്, 6 തൊട്ട് 8 വരെയുള്ള ദമ്പതികളെ ഒറ്റയടിക്ക് ഒരുമിച്ച് ബാച്ചായിട്ടാണ് അഡ്മിറ്റ് ചെയ്യണത്. അപ്പം അവർ പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് തനിക്ക് മാത്രമല്ല പ്രശ്നം, ദൈവേ നമ്മളെ പോലെ പ്രശ്നമുള്ള വേറെയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ഈ ഒരു പേടി മാറാനും എറക്ഷൻ ശരിയാവാനും ഉള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, അതായത് തർക്കങ്ങളെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം, അതേപോലെ നമ്മുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ, നമുക്ക് എല്ലാ ദിവസവും യോഗയുണ്ട് അവിടെ, യോഗ, പിന്നെ അതേപോലെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പലതരത്തിലുള്ള എക്സസൈസ്, പിന്നെ കുറച്ച് റിക്രിയേഷൻ, ഔട്ടിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഒരു 15 ദിവസം കൊണ്ട് എല്ലാവരും റെഡിയായി പോവുകയാണ് ചെയ്തത്. അതാണ് ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പല സ്ഥലത്തും അല്ല, ഇന്ത്യയിൽ എവിടെയും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇപ്പോൾ എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് 15 ദിവസം. പക്ഷെ അതിങ്ങനെ ബാച്ചായിട്ടല്ല, ഒറ്റയ്ക്കൊരു കപ്പിൾ ഒരു റൂമിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ആർക്കെങ്കിലും, ഇപ്പം എനിക്കാണെങ്കിലോ ഡോക്ടർ വിവേകിനാണെങ്കിലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആശുപത്രിയിൽ പോയിട്ട് ഒരു റൂമിൽ നമ്മൾ ഭാര്യയും ഭർത്താവ് മാത്രം തന്നെ ഇരുന്ന് ഒരു ഡോക്ടർ വന്നു ഒരു ദിവസം 2 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നു, അതേപോലെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ റൂമിൽ തനിച്ചാണെങ്കിൽ നമ്മൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുമോ, പ്രചോദനം ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്യാൻ? ഇല്ല അല്ലേ? നമ്മൾ കുറച്ചുകൂടി ചിലപ്പോൾ തല്ലുകൂടും. ഇത് ബാച്ചായിട്ടാകുമ്പം എന്താണെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് റൂമിൽ ചെയ്യേണ്ട എക്സസൈസ് മാത്രമേ റൂമിൽ ചെയ്യുള്ളൂ, ബാക്കി സമയത്തൊക്കെ അവർ പുറത്താണ്.